ട്രംപിന്റെ എടുത്താൽ പൊങ്ങാത്ത താരിഫുകളുടെയും നിയന്ത്രണങ്ങളുടെയും ഇടയിൽ പോലും തളരാത്ത ഇന്ത്യയുടെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുകയാണ്. ചർച്ചകൾക്ക് തുടക്കമിട്ടതോ ഒരു അമേരിക്കക്കാരി. ഇന്ത്യയിൽ താമസിക്കുന്ന അമേരിക്കക്കാരിയായ ക്രിസ്റ്റൻ ഫിഷർ ഇപ്പോൾ ഇന്ത്യൻ ആരോഗ്യ മേഖലയ്ക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ താങ്ങാനാകുന്ന ആരോഗ്യ സംരക്ഷണമാണ് ക്രിസ്റ്റിന്റെ മനം കവർന്ന അനുഭവം. വെറും 50 രൂപയ്ക്ക് ക്രിസ്റ്റിന് ചികിത്സ ലഭിച്ചു. തള്ളവിരലിന് ഫലപ്രദമായ ചികിത്സ ലഭിച്ചതിനെ തുടർന്ന് തന്റെ വ്യക്തിപരമായ അനുഭവം ക്രിസ്റ്റിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രി വേഗത്തിലും കാര്യക്ഷമമായും പരിചരണം നൽകി. ഇത് US എമർജൻസി റൂം ചെലവുകളുമായി വളരെ വ്യത്യാസമാണ്. എന്തായാലും ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വൈറലായിട്ടുണ്ട്. ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണത്തിന്റെ ലഭ്യതയും കുറഞ്ഞ ചെലവിനെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് തുടക്കം കുറിച്ചിട്ടുമുണ്ട്. പോസ്റ്റിന് പിന്നാലെ നിരവധി പേർ ഇന്ത്യയിലെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ കാര്യക്ഷമതയും അനുകമ്പയും ഒക്കെ പ്രശംസിച്ച് നിരവധി പ്രതികരണങ്ങൾ പങ്കുവച്ചിട്ടുമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ വളരെ ശ്രദ്ധാലുക്കളായ ആശുപത്രി ജീവനക്കാർ തന്റെ പരിക്ക് എങ്ങനെ വേഗത്തിൽ കൈകാര്യം ചെയ്തുവെന്ന് ക്രിസ്റ്റീൻ വിശദീകരിച്ചു. ഒപ്പം കുറഞ്ഞ കാത്തിരിപ്പ് സമയം, ചിലവേറിയ നടപടിക്രമങ്ങളോ അനാവശ്യമായ കുറിപ്പടികളോ ഒന്നും ആവശ്യമായിരുന്നില്ല എന്നും ക്രിസ്റ്റീൻ ചൂണ്ടിക്കാട്ടി. ചെറിയ ചികിത്സകൾക്ക് പോലും ആയിരക്കണക്കിന് ഡോളർ ചിലവാകുന്ന അമേരിക്കയിലെ അടിയന്തര വൈദ്യ പരിചരണത്തിന്റെ അമിത ചെലവുകളുമായി ക്രിസ്റ്റീൻ ഇതിനെ താരതമ്യം ചെയ്യുക പോലും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യക്ഷമത, പ്രായോഗികത, അതുപോലെ മാനുഷിക സ്പർശം എന്നിവ പ്രദർശിപ്പിക്കുക മാത്രമല്ല, ഓൺലൈനിൽ വ്യാപകമായ ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്തു. ഇന്ത്യയിലെ നഗര ഗ്രാമപ്രദേശങ്ങളിൽ ലഭ്യമായ മെഡിക്കൽ സേവനങ്ങളുടെ ലഭ്യത, കുറഞ്ഞ ചെലവ്, അതിശയകരമാം വിധം ഉയർന്ന നിലവാരം എന്നിവയിലേക്കും ഇതോടെ ലോകശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യക്ഷമത, പ്രായോഗികത, മാനുഷിക സ്പർശം എന്നിവ പ്രദർശിപ്പിക്കുക മാത്രമല്ല, ഓൺലൈനിൽ വ്യാപകമായ ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്റ്. എന്തായാലും ഇന്ത്യയിലെ നഗര ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ലഭ്യമായ മെഡിക്കൽ സേവനങ്ങളുടെ ലഭ്യത, കുറഞ്ഞ ചെലവ്, അതിശയകരമാം വിധം ഉയർന്ന നിലവാരം എന്നിവയിലേക്കും ഇതോടെ ലോകശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. ഇന്ത്യയിൽ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ ക്ലിനിക്കുകളുടെയും ആശുപത്രികളുടെയും ലഭ്യതയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെ പിന്തുണയും കാരുണ്യവും നിറഞ്ഞ മനോഭാവവും എടുത്തു കാണിച്ചുകൊണ്ട് നിരവധി ഉപയോക്താക്കൾ ഈ പ്രശംസയെ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പരിചരണത്തിനുള്ള തടസ്സങ്ങൾ കൂടുതൽ കുറയ്ക്കുന്നതിലൂടെ വ്യത്യസ്ത സാമ്പത്തിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് സാമ്പത്തിക ഞെരുക്കമില്ലാതെ തന്നെ ആവശ്യമായ ചികിത്സ നേടാൻ അനുവദിക്കുന്ന ചാരിറ്റബിൾ മെഡിക്കൽ സൗകര്യങ്ങളുടെയും കമ്മ്യൂണിറ്റി ഫണ്ട് ചെയ്ത ആശുപത്രികളുടെയും സാന്നിധ്യവും ചില നിരീക്ഷകർ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റന്റെ അനുഭവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം തീർച്ചയായും ലഭിച്ച ചികിത്സയുടെ ചെലവായിരുന്നു. ഏകദേശം 45 മിനിറ്റ് പരിചരണം ലഭിച്ച ശേഷം ബില്ലടയ്ക്കാൻ ക്രിസ്റ്റീൻ റിസപ്ഷനിലേക്ക് പോയി. ക്രിസ്റ്റീനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് വെറും 50 രൂപ മാത്രമായിരുന്നു. അതിനെ തന്റെ മാതൃരാജ്യവുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, അമേരിക്കയിൽ നിങ്ങൾ ഒരു അടിയന്തര വിഭാഗത്തിൽ കാലുകുത്തിയാൽ ഉടൻ തന്നെ നിങ്ങളിൽ നിന്ന് കുറഞ്ഞത് $2000 ഈടാക്കും. ഇന്ത്യൻ തുക 1,70,000-ത്തിലധികം വരും ഈ ഒരു തുക. ഈ വ്യക്തമായ വ്യത്യാസം ഇന്ത്യൻ ആരോഗ്യ സംരക്ഷണത്തിന്റെ താങ്ങാനാകുന്ന വിലയെ എടുത്തു കാണിക്കുന്നു. പതിവ് പരിശോധനകൾ, ലളിതമായ നടപടിക്രമങ്ങൾ എന്നിവ പലപ്പോഴും തുച്ഛമായ ചെലവിൽ ലഭ്യമാണ്. ഇത് വിശാലമായൊരു ജനവിഭാഗത്തിന് വൈദ്യസഹായം ലഭ്യമാക്കുന്നു. ശ്രദ്ധേയമായ 3 വശങ്ങളും ക്രിസ്റ്റീൻ പ്രത്യേകം ചൂണ്ടിക്കാട്ടി. ഒന്ന്, സാമീപ്യം. ആശുപത്രി സൈക്കിൾ ചവിട്ടാവുന്ന ദൂരത്തിലായിരുന്നു. അടുത്തത് കാര്യക്ഷമതയാണ്. അടിയന്തര വിഭാഗത്തിൽ കാത്തിരിപ്പ് സമയം ഏതാണ്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് ക്രിസ്റ്റീൻ പറയുന്നത്. അടുത്തത് താങ്ങാനാകുന്ന വില. അന്താരാഷ്ട്ര നിലവാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചികിത്സാ ചെലവുകൾ വളരെ കുറവായിരുന്നു. ഈ ക്ലിപ്പ് നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് വ്യൂസ് നേടി. സോഷ്യൽ മീഡിയ ഉപയോക്താക്കളിൽ നിന്ന് നിരവധി പ്രതികരണങ്ങളും ഉയർന്നു വന്നു. ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണം ലോകത്തിലെ ഏറ്റവും മികച്ചതാണ്. ഇന്ത്യയിൽ സഹായം മാത്രമല്ല, വൈദ്യസഹായവും സമൃദ്ധമാണ്. ഇത് അതിശയകരമാണ്. അങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ. താരിഫുകളിലും തളരാത്തതിന് കാരണം മോദി ഇഫക്റ്റ് ആണെന്ന് പറയുന്നവരും കുറവല്ല.